ഓർ ഗോഡ് ഓഫ് ദി ഇംപോസിബിൾ. അസാധ്യമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ ദൈവം ചെയ്യും? അസാധ്യമായ കാര്യങ്ങൾ ദൈവം എങ്ങനെ ചെയ്യും? നമുക്കൊരു വേദഭാഗം നോക്കാം. 2 രാജാക്കന്മാർ 2:14. 2 രാജാക്കന്മാർ 2:14. ആരെങ്കിലും ഒന്ന് വായിച്ച് സഹായിക്കാം. ആ ഒരു വാക്യം മാത്രം വായിച്ചാൽ മതി, ബാക്കി എല്ലാം ഞാനൊന്ന് പറഞ്ഞു പോവാം. 2 രാജാക്കന്മാർ 2-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം. ഏലിയാവിന്മേൽ നിന്ന് വീണ പുതപ്പ് കൊണ്ട് അവൻ വെള്ളത്തെ അടിച്ചു. ഏലിയാവിൻ്റെ ദൈവമായ യഹോവ എവിടെയെന്ന് പറഞ്ഞു. അവൻ വെള്ളത്തെ അടിച്ചപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു. ഏലീശ ഇക്കരയ്ക്ക് കടന്നു. ഇസ്രായേലിൻ്റെ ഒരു പ്രവാചകനായിരുന്നു ഏലിയാവ്. ദൈവം ഏലിയാവിനെ ഉപയോഗിച്ച് അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. ദൈവത്തിൻ്റെ വചനങ്ങൾ പറയുകയും ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്യുകയും ചെയ്ത ഒരു ദൈവദാസനാണ്. ദൈവത്തിൻ്റെ വചനം പറഞ്ഞു, ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്തു. ഓർക്കുന്നോ, യേശുക്രിസ്തു 2 കാര്യം ചെയ്തു. യേശുക്രിസ്തു 2 കാര്യം ചെയ്തു. ദൈവരാജ്യത്തിൻ്റെ വാക്കുകൾ പറഞ്ഞു, അല്ലെങ്കിൽ വചനം പറഞ്ഞു, ദൈവരാജ്യത്തിൻ്റെ പ്രവൃത്തി ചെയ്തു. ജീസസ് ഡിഡ് ദി വർക്ക്സ് ഓഫ് ദ കിങ്ഡം ആൻഡ് ഹി സ്പോക്ക് ദ വേർഡ്സ് ഓഫ് ദ കിങ്ഡം. ദൈവരാജ്യത്തിൻ്റെ വാക്കുകളും പ്രവൃത്തിയും രണ്ടും ഒരുമിച്ച്, ദൈവരാജ്യത്തിൻ്റെ വചനവും പ്രവൃത്തിയും ഒരുമിച്ച് നമ്മുടെ മധ്യേ നമ്മൾ വചനം പ്രസംഗിക്കുന്നു. നമുക്കത് അത്യാവശ്യമാണ്. കാരണം യേശു ചെയ്ത കാര്യമാണ്, അല്ലേ? യേശു നമുക്ക് തന്ന മാതൃകയാണ്. വചനം നമ്മൾ പ്രസംഗിക്കുന്നു, വചനം സംസാരിക്കുന്നു. എന്നാലും വചനം പ്രസംഗിക്കുന്നത് മാത്രം പാടില്ല. കാരണം അതല്ല യേശു നമുക്ക് തന്ന ആ ഒരു മാതൃക. ഇതാണ് വചനം പ്രസംഗിക്കുകയും ആ വചനത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യുക. അതിൻ്റെ ഒരു എവിഡൻസ്, അതിൻ്റെ ഒരു തെളിവാണ്. ദൈവരാജ്യം വന്നു എന്ന് തെളിവായിട്ട് യേശു. അപ്പോൾ പഴയ നിയമത്തിൽ ഏലിയാവ് ചെയ്ത ആ പ്രവൃത്തികൾ, എന്നാലും ഏലിയാവ് പല കാര്യങ്ങളും പ്രസംഗിച്ചു, സംസാരിച്ചു. പലർക്കും അത് കേൾക്കാൻ ഇഷ്ടമില്ലായിരുന്നു. പലരും അതിനെ എതിർത്തു, അല്ലേ? നമുക്കതിൻ്റെ ചരിത്രങ്ങൾ വായിച്ചു നോക്കിയാൽ അറിയാം. പലരും എതിർത്തു. ദൈവവചനം ആരൊക്കെ പ്രസംഗിച്ചിട്ടുണ്ടോ, ദൈവത്തിന് വേണ്ടി ആരൊക്കെ സംസാരിച്ചിട്ടുണ്ടോ, എതിർപ്പുകൾ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. എന്നാലും ദൈവം എന്തു ചെയ്യും? അതിൻ്റെ കൂടെ തന്നെ ദൈവത്തിൻ്റെ പ്രവൃത്തിയും കൂടെ ചെയ്യും. ഇന്നലെ ഞങ്ങളൊരു ഭവനത്തിൽ പോയി പ്രാർത്ഥിക്കാൻ വേണ്ടി. അനേക തകർച്ചകൾ എവിടെ കൊണ്ട് അവസാനിക്കുമെന്ന് അറിയത്തില്ല. ശാരീരികമായിട്ട്, മാനസികമായിട്ട്, എല്ലാ രീതിയിലും ഭയങ്കര തകർച്ചകൾ നിറഞ്ഞ ഒരു കുടുംബം. എല്ലാം ഉണ്ട്. സാമ്പത്തികമായിട്ട് നല്ല വളരെ കംഫർട്ടബിളായൊരു ജീവിതമാണ്. എന്നാലും അതിൻ്റെ മധ്യേ തകർച്ചകൾ. പുറമേ നോക്കിയാൽ എല്ലാം മനോഹരമായിരിക്കുന്നു, എന്നാലും ഉള്ളിൽ മൊത്തം തകർച്ച. എന്നാലും അവിടെ ഒരു ദൈവപ്രവൃത്തി ആരംഭിച്ചു. ഞാനത് വിശ്വസിക്കുന്നു. സ്തോത്രം. അവിടെ ഓരോ കാര്യത്തിൽ അപ്പം ഇത് രണ്ടും കൂടെ ഒരുമിച്ച് പോകണം. ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ പ്രവൃത്തിയും. ഏലിയാവിൻ്റെ ശുശ്രൂഷ നമ്മളത് കണ്ടു. ഏലിയാവിൻ്റെ ശിഷ്യനായിരുന്നു എലീശ. അദ്ദേഹവും ഒരു പ്രവാചകനായിരുന്നു. ഏലിയാവിനെ ദൈവം ഏലിയാവിനോട് പറഞ്ഞു, നിൻ്റെ അവസാനം എത്തിയിരിക്കുന്നു. ശുശ്രൂഷയുടെ അവസാനമായി. ഏലീശയ്ക്കും അതിനെക്കുറിച്ചുള്ളൊരു ഊഹം കിട്ടി. ഏലിയാവിൻ്റെ ശുശ്രൂഷ അവസാനിക്കുക. ഏലിയാവ് ഒരു കൂട്ടം പ്രവാചക ശിഷ്യന്മാരെ വളർത്തിയെടുക്കുന്നുണ്ടായിരുന്നു. അവർക്കും ദൈവാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തു, ഏലിയാവിനെ ദൈവം ഈ ഭൂമിയിൽ നിന്ന് മാറ്റാൻ പോകുന്നു. അപ്പോൾ അവർക്കറിയത്തില്ല എന്തുവാ സംഭവിക്കാൻ പോകുന്നത്, എടുക്കപ്പെടുക എന്തുവാന്നൊന്നും അവർക്കറിയത്തില്ല. എങ്ങനെ സാധാരണ ആൾക്കാർ ഇവിടെ നിന്ന് പോകാമെന്ന് പറഞ്ഞാൽ മരിക്കാൻ പോവാ എന്നേ അറിയത്തുള്ളൂ. എന്നാലും ഇതൊന്നും യഥാർത്ഥമായിട്ട് അറിയത്തില്ല. എന്നാലും ഏലിയാവും ഏലീശയും കൂടെ ഒരുമിച്ച് യോർദാൻ അക്കരെ ചെന്നിട്ട് ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഒരു ദൈവപ്രവൃത്തി അവിടെ നടന്നു. ദൈവം അദ്ദേഹത്തെ ജീവനോട് എടുത്തുകൊണ്ട് പോയി. ചരിത്രത്തിൽ 2 വ്യക്തികളെ നമുക്കറിയത്തുള്ളൂ മരണമില്ലാതെ ദൈവം എടുത്തുകൊണ്ട് പോയത്. അതിലെ ഒരാൾ ഏലിയാവായിരുന്നു. ഏലീശയോട് ഏലിയാവ് ചോദിച്ചു, നിനക്കെന്തുവാ ആഗ്രഹം, നിൻ്റെ ഉള്ളിലുള്ള താല്പര്യം എന്തുവാ? അപ്പം പറഞ്ഞു, എനിക്ക് അങ്ങയിലുള്ള അഭിഷേകത്തിൻ്റെ
രണ്ടിരട്ടി, അതിൻ്റെ ആദ്യം മടങ്ങ്, രണ്ടിരട്ടി, ഡബിൾ പോർഷൻ ഓഫ് ദ സ്പിരിറ്റ് ദാറ്റ് ഇസ് ഇൻ യു. അതെനിക്ക് അതിൻ്റെ ഇരട്ടി വേണമെന്ന് പറഞ്ഞു. സ്തോത്രം. നമ്മളാണെങ്കിൽ പറഞ്ഞ് എനിക്ക് അതിൻ്റെ ഒരു അംശം ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞേനെ. അദ്ദേഹം പറഞ്ഞു അല്ല, അതല്ല, എനിക്ക് അതിൻ്റെ ഇരട്ടി വേണമെന്ന് പറഞ്ഞു. യേശു ശിഷ്യന്മാരെ പറഞ്ഞൊരു കാര്യം ഓർമ്മയുണ്ടോ? യേശു എന്ത് പറഞ്ഞു? ഞാൻ ചെയ്യുന്നതിൻ്റെ ഒരു ചെറിയൊരു അംശമൊക്കെ നിങ്ങൾക്ക് ചെയ്യാം, അങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പോസ്തല പ്രവൃത്തി 29 അധ്യായത്തിൽ അല്ല, സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തിക്ക് 29 അധ്യായം ഇല്ലെന്ന് അറിയാമല്ലോ അല്ലേ? എന്തുവാ യേശു പറഞ്ഞത്? യേശു പറഞ്ഞു, ഞാൻ ചെയ്ത പ്രവൃത്തി നിങ്ങൾ ചെയ്യും, പിന്നെ ബാക്കി എങ്ങനെയാ? അതിലും വലിയ പ്രവൃത്തികൾ ചെയ്യും. സ്തോത്രം. അത് യേശു നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് എന്തുവാ ചിന്തിക്കുന്നത്? സാധാരണ മാതാപിതാക്കളാണെന്ന് ചിന്തിക്കും, ഞങ്ങൾക്കുണ്ടായിരുന്ന വിദ്യാഭ്യാസത്തെക്കാട്ടിൽ കൂടുതൽ അവർക്കുണ്ടായിരിക്കണം, ഞങ്ങൾക്കുണ്ടായിരുന്ന കഴിവിനേക്കാട്ടിലും കൂടുതൽ കഴിവുണ്ടായിരിക്കണം അല്ലേ? നമ്മുടെ മക്കളും കൊച്ചുമക്കളും ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഏത് ലെവലിലായിരുന്നോ, വിദ്യാഭ്യാസത്തിലോ സമൂഹത്തിലോ ഏതൊക്കെ കാര്യത്തിൽ ഞങ്ങൾ ഏത് ലെവലിലായിരുന്നോ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അതിനതിമടങ്ങായിരിക്കണം നമുക്കെല്ലാവർക്കും ആഗ്രഹമുണ്ട്. അതേപോലെ സ്വർഗസ്വനായ ദൈവം, അതേപോലായിരുന്നു യേശു. എലീശയുടെ ആഗ്രഹം എന്തുമായിരുന്നു? ഒരു ഡബിൾ പോർഷൻ. So Elijah asked, what shall I give? What do you want? I want a double portion. അതാ ചോദിച്ചത്, ഇരട്ടി മതങ്ങൾ. അപ്പം എലിയാവ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ദൈവം എന്നെ എടുക്കാൻ പോവാ, എടുക്കുമെന്ന് നീ എന്നെ കണ്ടാൽ നിനക്കത് കിട്ടും. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇങ്ങനൊരു രഥം വരുന്നതായിട്ട് കാണുന്നു, സ്വർഗത്തിലോട്ട് ഇദ്ദേഹത്തെ എടുത്തുകൊണ്ട് പോകുന്നതായിട്ട് കാണുന്നു. അപ്പം ഏലിയാവിൻ്റെ പുറത്തിട്ടിരുന്ന പുതപ്പ് മാത്രം താഴോട്ട് വീണു. ഇത് എടുത്തുകൊണ്ട് പോയിട്ട്, അതാ ഇപ്പം വായിച്ച വാക്യം അല്ലേ, അതിനകത്ത് പറഞ്ഞ് അദ്ദേഹം ആ പുതപ്പെടുത്തുകൊണ്ട് പോയിട്ട് യോർദാൻ തീരത്ത് എന്നിട്ട് എന്ത് ചെയ്തു? അത് വെള്ളത്തിനെ അടിച്ചിട്ട് പറഞ്ഞു, ചോദ്യം എന്തുമായിരുന്നു? ഏലിയാവിൻ്റെ ദൈവമായ യഹോവ എവിടെ? ആ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് എന്തുവാ കിട്ടിയത്? അതെ, ആ യോർദാൻ നദി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു, ഈ ഒരു വ്യക്തിക്ക് വേണ്ടി, ക്രോസ് ചെയ്യാൻ വേണ്ടി. യഹോവ എവിടെ? ദൈവം എവിടെ? അതെങ്ങനെ അറിയും? ദൈവത്തിൻ്റെ പ്രവൃത്തി കൊണ്ട്. ഈ ദേശത്തുള്ള ആൾക്കാർ ദൈവം എവിടെ എന്നെങ്ങനെ അറിയും? ദൈവത്തിൻ്റെ പ്രവൃത്തി ഈ ദേശത്ത് നടക്കുമ്പോൾ. നമുക്കെങ്ങനെ യഥാർത്ഥമായിട്ട് അറിയാം ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളത്? ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ കാണുമ്പോൾ. അസാധ്യമായ കാര്യങ്ങൾ ഒരു നിമിഷം ഒന്ന് ചിന്തിക്കാമോ? നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് അസാധ്യമായിട്ടുള്ളത്? എൻ്റെ ജീവിതത്തിലും ഇഷ്ടംപോലെ കാര്യങ്ങൾ അസാധ്യമായിട്ടുണ്ട്. ചില കാര്യങ്ങൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വരുന്നുണ്ട്, നടക്കത്തില്ല, ഒരു വർഷത്തിനകം എനിക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, ഇതുവരെയും ചെയ്തിട്ടില്ലാത്തൊരു ലെവലിലുള്ള കാര്യങ്ങളാണ്, എന്നെ കൊണ്ടൊക്കത്തില്ല, എനിക്കറിയാം നടക്കത്തില്ല. എതിർപ്പുകൾ ഭയങ്കരമായിട്ടുണ്ട്. ഒത്തിരി കാലിന് എനിക്ക് താങ്ങാനൊക്കാത്ത അനേക കാര്യങ്ങൾ കിടപ്പുണ്ട്. ആ ഒരു കാര്യം നടക്കാൻ വേണ്ടി എൻ്റെ മനസ്സിൽ ആ ഒരു കാര്യം വളരെ ക്ലിയർ ആയിട്ടുണ്ട്. നിങ്ങളുടെ മനസ്സിലൊന്ന് ചിന്തിക്കാമോ? ഏറ്റവും വലിയ അസാധ്യമായിട്ടുള്ള ഏത് കാര്യമാണ്? വാട്ട് ഈസ് ദ വൺ തിങ് ഇൻ യുവർ ലൈഫ് റൈറ്റ് നൗ ദാറ്റ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഇമ്പോസിബിലിറ്റി? അസാധ്യമായിട്ടുള്ള ഏറ്റവും വലിയ ഒരു കാര്യം ഒന്ന് ചിന്തിക്കാമോ? പലർക്കും പല രീതിയിലാണ്. ചിലർക്ക് അവർ ശാരീരികമായിട്ടൊരു രോഗസൗഖ്യമായിരിക്കാം, മാറ്റമില്ലാതെ പ്രാർത്ഥിച്ച് വർഷങ്ങളായിട്ട് ഒരു ചേഞ്ച് ഇല്ല. ചിലർക്ക് അവരുടെ സാമ്പത്തികമായിട്ടുള്ള അവസ്ഥയാണ്. ചിലർ പറഞ്ഞു, ഞാൻ ഇത്ര നാളും ഇങ്ങനെ ആയിരുന്നു, ഇനി ഞാനിങ്ങനെ തന്നെയാണ്. ചിലർ അതിനെക്കുറിച്ച് ഒന്ന് വ്യത്യസ്തമായിട്ട് ചിന്തിക്കാനൊക്കെ, ഞങ്ങളിനി എപ്പോഴും ഇങ്ങനെ ആയിരിക്കും, മറ്റുള്ളവർക്ക് ഇഷ്ടം പോലൊക്കെ ഉണ്ട്, ഞങ്ങൾക്ക് മാത്രം ഇങ്ങനെ കടത്തിൽ ഇങ്ങനെ നിൽക്കത്തേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു മുന്നേറ്റമില്ലാതെ ഞങ്ങൾ നിൽക്കും എന്നൊക്കെയുള്ള ചിന്തകളുണ്ട് പലരും. ചിലർക്ക് ഭവനത്തിൽ സമാധാനമില്ല. പുറമേ നോക്കിയാൽ കുഴപ്പമൊന്നുമില്ല, എല്ലാവരും ചിരിച്ചു കാണിക്കുന്നു, ഭവനത്തിലോട്ട് കയറുമ്പോഴത്തേക്ക് ഒരു സമാധാനമില്ല, ബ്രോക്കൺനെസ്സാണ്. നമ്മൾ പറയുന്നത് നമ്മൾ വിശ്വാസികളാണ്, ദൈവത്തിൽ ആശ്രയിക്കുന്നവരാ, യേശുവിൽ വിശ്വസിച്ചവരാ, എൻ്റെ ഭവനത്തിൽ ഒരു സമാധാനമില്ലല്ലോ. എന്തുവാ നമ്മളെ പിടിച്ച് കുലുക്കുന്ന കാര്യങ്ങൾ? സ്ഥിരതയാണോ? വിശ്വാസ സ്ഥിരത, ബന്ധങ്ങളിൽ സ്ഥിരത,
ജോലിയിൽ സ്ഥിരത, സാമ്പത്തികമായിട്ടുള്ള സ്ഥിരത, ഏത് കാര്യത്തിലാണ്. ഇപ്പം ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കാര്യം അല്ലാത്ത മറ്റേതെങ്കിലും കാര്യമായിരിക്കാം. കാരണം ഓരോരുത്തരുടെയും സിറ്റുവേഷൻ വ്യത്യസ്തമാണല്ലോ. അപ്പോൾ ഒന്ന് ചിന്തിക്കണം ഒരു നിമിഷം, ഏതാ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അസാധ്യമായിട്ടൊരു കാര്യം? അത് മനസ്സിൽ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചാൽ മതി. ജസ്റ്റ് തിങ്ക് ഓഫ് ദാറ്റ് ഇംപോസിബിലിറ്റി ഇൻ യുവർ ലൈഫ് റൈറ്റ് നൗ. തീർച്ചയായിട്ടും നമ്മൾ അതിനുവേണ്ടി എല്ലാ കാര്യം നമ്മൾ ചെയ്ത് കാണും, പരിശ്രമിച്ചു കാണും. നമ്മളാലാവുന്ന എല്ലാ കാര്യം ചെയ്ത് കാണും, എന്നിട്ടും നടക്കുന്നില്ല. നമ്മൾ പ്രാർത്ഥിച്ചു, നമ്മൾ വാഗ്ദത്തങ്ങൾ എല്ലാം ചെയ്തു, എന്നിട്ടും നടക്കുന്നില്ല. ആ ഒരു കാര്യം ഒന്നുകൂടെ ഇന്ന് ഒന്ന് ചിന്തിക്കണം. അസാധ്യം എന്ന് ഉള്ള കാര്യം, അസാധ്യം എന്നുള്ള കാര്യം, ഞാൻ ഇത് ഡിസൈൻ ചെയ്യൊന്നുമില്ല, എഡിറ്റബിളാണ്. എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യുന്നെങ്കിൽ ചെയ്തോ, കുഴപ്പമില്ല. ഞാൻ ജസ്റ്റ് വേർഡ്സ് അതിനകത്ത് ഇട്ടതേ ഉള്ളൂ, ഒന്നും ചെയ്യാൻ അവസരം കിട്ടിയില്ല. എന്നാലും അസാധ്യം എന്നുള്ളൊരു വാക്ക്, ഇംപോസിബിലിറ്റി എന്നുള്ളൊരു വാക്ക് ദൈവത്തിൻ്റെ ഡിക്ഷണറിക്കകത്തില്ല. അപ്പം ചോദിക്കും, ദൈവത്തിന് ഡിക്ഷണറിയൊക്കെ ഉണ്ടോ? ഡിക്ഷണറി ആവശ്യമുണ്ടോ? അതെനിക്കറിയത്തില്ല. എന്നാലും ആ വാക്ക് ദൈവത്തിന് ഉപയോഗമില്ലാത്തൊരു കാര്യമാണ് അസാധ്യം എന്നുള്ള കാര്യം. Impossibility is a word that's not in God's dictionary. He doesn't need a dictionary, but that word he doesn't need. അതിൻ്റെ ആവശ്യമില്ല. Impossibility means nothing to him. സ്തോത്രം. അസാധ്യം എന്ന് പറയുമ്പോഴത്തേക്ക് ദൈവത്തിന് എല്ലാ കാര്യങ്ങളും സാധ്യമാണ് നമ്മൾ പറയുന്നു. എന്തുകൊണ്ടാ? ഞാൻ നോക്കിയിട്ട് നടക്കുന്നില്ല, ബാക്കിയുള്ളവർ നോക്കിയിട്ട് നടക്കുന്നില്ല, പിന്നെ എന്തുകൊണ്ട് ദൈവത്തിന് അത് പ്രശ്നമില്ല എന്ന് പറയാൻ കാരണം? ഇതിൻ്റെ കാരണങ്ങൾ, ഒന്ന്, ദൈവം സൃഷ്ടിതാവാണ്. കാണുന്ന എല്ലാം ദൈവം സൃഷ്ടിച്ചതാണ്. ദൈവം സൃഷ്ടിച്ചതല്ലാതെ ഒന്നുമില്ല. അത് നമ്മുടെ മനസ്സിൽ നമുക്കത് അറിയാം. എന്നാലും അവിടുന്ന് ഒരടി താഴോട്ട് വന്ന് നമ്മുടെ ഹൃദയത്തിലോട്ടൊന്ന് കയറണം. അത് ഒന്നുകൂടെ ഞാൻ പറഞ്ഞോട്ടെ, നമ്മുടെ മനസ്സിൽ ഇതറിയാം, ദൈവം സൃഷ്ടിതാവാണ്, ദൈവം ഇല്ലാതെ ഒരു കാര്യം ഈ ലോകത്തിൽ ഉണ്ടായിട്ടില്ല എന്നൊക്കെ നമുക്കറിയാം. എന്നാലും ഒരു നിമിഷം അത് നമ്മുടെ മനസ്സിൽ നിന്ന് ഒരടി താഴോട്ടൊന്ന് ഹൃദയത്തിലോട്ടൊന്ന് ഇറങ്ങാമോ? Can we take it from our mind into our heart that God is the creator? He's got everything in his hands. Nothing is beyond God. ദൈവത്തിനപ്പുറം ഒന്നുമില്ല എന്നൊരു കാര്യം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉറപ്പാക്കാമോ? രണ്ടാമത്തെ കാര്യം, ഹീ ഈസ് എ സസ്റ്റെയിനർ. ദൈവം നമ്മളെ അല്ല, ദൈവം എല്ലാത്തിനും നിലനിർത്തുന്നതാണ് ദൈവം. ഒരു യൂത്ത് പ്രോഗ്രാം ഉണ്ടായിരുന്നു ഈ ചാവരത്ത്. യൂത്ത് പ്രോഗ്രാമിന് ഒരു കുട്ടി ഒരു ചോദ്യം ചോദിച്ചു. ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ഉണ്ടായിരുന്നു. അതിനപ്പുറം ഔട്ട്സൈഡ് ദ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ വൺ യങ് പേഴ്സൺ ആസ്ക്ഡ് മീ ദിസ് ക്വസ്റ്റ്യൻ. ചോദ്യം ഇതായിരുന്നു. അതിൻ്റെ ഉത്തരം ഇപ്പം പറയാൻ വേണ്ടി സമയമൊന്നുമില്ല. എന്നാലും ഞാൻ ആ ചോദ്യത്തിൻ്റെ ഒരു രഹസ്യം മാത്രം, വളരെ സന്തോഷമാണ്. ചോദ്യം ഇതായിരുന്നു, യേശു മരിച്ചു, 3 ദിവസം കഴിഞ്ഞിട്ട് ഉയർത്തെഴുന്നേറ്റു. ചോദ്യം ഇതാ, യേശു മരിച്ചിരുന്ന സമയത്ത് ആരാ ഈ യൂണിവേഴ്സിനെ നയിച്ചത് അല്ലെങ്കിൽ നിലനിർത്തിയത്? When Jesus died those days, 3 days he was dead. During that time, who sustained the universe? ഞാനത് കേട്ടപ്പോൾ വളരെ സന്തോഷിച്ചു. പല കാരണത്താൽ ഞാൻ ചെറുതായിട്ടൊരു ഉത്തരം പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് ഒരു 2 മിനിറ്റും കൊണ്ടുള്ള ഉത്തരവൊന്നും അല്ല, മണിക്കൂറിലെടുത്താലും അതിൻ്റെ ഒത്തിരി ഡീറ്റെയിൽസ് പറയാനുണ്ട്. എന്നാലും എനിക്ക് സന്തോഷം തോന്നിയൊരു കാര്യം ഇതാണ്, ആ കുഞ്ഞിൻ്റെ ഹൃദയത്തിൽ ഒരു ഉറപ്പുണ്ടായിരുന്നു, ദൈവമാണ് എല്ലാത്തിനും നിലനിർത്തുന്നത്. ആ ഒരു കാര്യം ആ കുഞ്ഞിൻ്റെ ഉള്ളിലുണ്ടായിരുന്നൊക്കെ അത് ഓർത്തോണ്ട് ഞാൻ ഒത്തിരി സന്തോഷിച്ചു. സ്തോത്രം. ദൈവമാണ് എല്ലാത്തിനും നിലനിർത്തുന്നത്. നമ്മളത് വിശ്വസിക്കണം. വി ഹാവ് ടു ബിലീവ് ദാറ്റ് ഗോഡ് ഈസ് ദ സസ്റ്റെയിനർ ഓഫ് ഓൾ തിങ്സ്. ക്ലൈമറ്റ് ചേഞ്ച് പ്രശ്നം അല്ലേ? സാമ്പത്തികമായിട്ട് വീഴ്ചകളും തകർച്ചകളും പ്രശ്നങ്ങളാണ്. അല്ലെങ്കിൽ ബിസിനസ് തകരുന്നു, പ്രശ്നമാണ്. ഒത്തിരി ലോകത്തിലെ പോപ്പുലേഷൻ ഒത്തിരി കൂടുന്നു, അതൊരു പ്രശ്നം. വേറൊരാൾ പറയുന്നു
ചില ആൾക്കാർ പറയുന്നു അല്ല അത് കുറയുന്നു, അതും പ്രശ്നം. ഒത്തിരി കാര്യങ്ങൾ പറയുന്നത് വലിയ വലിയ പ്രശ്നങ്ങളായിട്ട് പറയുന്നു. അയ്യോ ഇങ്ങനെ പോയാൽ എല്ലാം കൂടെ എങ്ങനെ മുന്നോട്ട് പോകും, എല്ലാം കൂടെ തീരും, എല്ലാം കൂടെ അവസാനിക്കും, ഭയങ്കരം. പ്രത്യേകിച്ച് നമ്മൾ യൂട്യൂബും അതും കാണാൻ പോയാൽ തലവേദന. ഒത്തിരി ഈ സാധനം ഓണാക്കാതിരിക്കുന്നത് നല്ലത്. കാരണം എങ്ങനെയെങ്കിലും ആൾക്കാരൊന്ന് വാച്ച് ചെയ്യാൻ വേണ്ടി ആവശ്യമില്ലാത്ത അതും ഇതൊക്കെ നമ്മളെ ക്ലിക്ക് ബൈറ്റ് എന്ന് പറയും. നമ്മളെ ഒന്ന് പ്രസ് ചെയ്യാൻ വേണ്ടി നമ്മളെ എൻറ്റൈസ് ചെയ്ത കാര്യങ്ങൾ എന്തുവാ പ്രചോദിപ്പിക്കുക അല്ലേ, നമ്മളെ പ്രൊവോക്ക് ചെയ്യുന്ന ടൈപ്പ് കാര്യങ്ങൾ ചുമ്മാ ഇട്ട് വാച്ച് ചെയ്യുമ്പോഴൊന്ന് വെറുതെയാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ കേട്ട് നമ്മൾ ഉള്ളിൽ ഭയം ഉണ്ടാകാൻ നോക്കും. എന്നാലും നമ്മൾ ഓർക്കുക, ദൈവമാണ് ഇതിനെ എല്ലാത്തിനെയും സസ്റ്റെയിൻ ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാം തീരും എന്ന് ആൾക്കാർ പറയുമായിരിക്കും. ശരി, ഇപ്പോൾ എല്ലാം തീരും, ഓക്കെ. എന്നാലും എനിക്കൊരു കാര്യം അറിയാം, തീരുമോ ഇല്ലയോ അതൊന്നും എനിക്കറിയത്തില്ല. എന്നാലും ഒരു കാര്യം അറിയാം, ദൈവമാണ് ഇതിനെ എല്ലാത്തിനെയും നിലനിർത്തുന്നത്. അതെന്തുകൊണ്ട്? 2-3 വാക്കുകൾ ഞാൻ ഇട്ടു. അതിൻ്റെ മലയാളം എനിക്കറിയത്തില്ല. ഒംനിപൊട്ടൻറ്റ്, സർവശക്തനാണോ വാക്ക്? യെസ്, ഓക്കെ. ദൈവം സർവശക്തനാണ്. ദൈവത്തെക്കാട്ടിലും കൂടുതൽ ശക്തനായിട്ട് ആരുമില്ല. സ്തോത്രം. ദൈവത്താൽ അസാധ്യമായിട്ടൊന്നുമില്ല. ദൈവത്തെക്കാട്ട് ശക്തനായിട്ട് ആരുമില്ല. God is the most powerful of all because he is a creator. ദൈവം സൃഷ്ടിതാവാണെങ്കിൽ ദൈവത്തെക്കാട്ടിലും ശക്തനായി ആരുമില്ല. ഓംനി പ്രസൻറ്റ്, സർവവ്യാപിയാണോ? യെസ്, ഓക്കെ, സർവവ്യാപി. എനിക്കിപ്പം എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കണമെങ്കിൽ ഇവിടെയുള്ള കാര്യങ്ങൾ എനിക്ക് ഇവിടെ ചെയ്യാനൊക്കത്തുള്ളൂ. മണക്കാലിലാണെങ്കിൽ എനിക്ക് അവിടെ പോയേ പറ്റൂ, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ അവിടെ പോയേ പറ്റൂ, അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ച് പറയണം. അവർ ചെയ്യുമോ ഇല്ലയോ എന്ന് ആർക്കറിയാം. എന്നാലും ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവം എല്ലായിടത്തും ഒരേ സമയത്തുണ്ട്. നമുക്ക് ചിന്തിക്കാനൊക്കത്തില്ല അല്ലേ. നമ്മളെല്ലാവരും ലിമിറ്റേഷനുള്ളവരാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ആയിരിക്കുന്ന ആ സ്പെഷ്യൽ എൻറ്റിറ്റി നമ്മളെ ലിമിറ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. അതിനപ്പുറം നമുക്ക് ചിന്തിക്കാനൊക്കത്തില്ല. ദൈവത്തിൻ്റെ ചിന്ത അതിനപ്പുറമാണ്. സ്തോത്രം. ഈസ് ഓംനി പ്രസൻറ്റ്. അവസാനം ഒംനിഷ്യൻറ്റ്, സർവജ്ഞാനി അല്ലേ. സർവജ്ഞാനിയാണ്. എല്ലാത്തിനെക്കുറിച്ചും ജ്ഞാനമുണ്ട്. എൻ്റെ ജ്ഞാനം ലിമിറ്റഡാണ്. ChatGPT എടുത്ത് കുറേ കാര്യങ്ങൾ അതുപോലും സത്യമാണോ ഇല്ലയോ നമുക്കറിയാൻ ഒക്കത്തില്ല അല്ലേ. സർവജ്ഞാനിയായിട്ടുള്ള ദൈവം. കാരണം എൻ്റെ ജ്ഞാനം പലരുടെ അഭിപ്രായം കേട്ടായിരിക്കാം. ഒരാൾ പറയും ഇങ്ങനെ പറയും, അത് അടുത്ത ആൾ പറയും അതല്ല അങ്ങനെയാണെന്ന് പറയും. രണ്ടും ഓപ്പോസിറ്റ് ആയിരിക്കും പറയുന്നത്. അവർ രണ്ടുപേരും അതിന് ഉറപ്പായിരിക്കും. സത്യം എന്തുവാ? ഒരു വിഷയത്തെക്കുറിച്ച് രണ്ട് പറയും. ശലോമോൻ ഒരു പ്രാവശ്യം പറഞ്ഞു ഒരു കോടതിയിൽ ശ്രദ്ധിച്ചോണേ, ഒരു കോടതിയിൽ ഒരാൾ അദ്ദേഹത്തിൻ്റെ ആർഗ്യുമെൻ്റ് പറയും, അദ്ദേഹത്തിൻ്റെ സൈഡ് പറയും. അത് കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഓ ഇത് ശരിയാ. എന്നാലും അതിൻ്റെ ഓപ്പോസിറ്റായിട്ടൊരു ആർഗ്യുമെൻ്റ് ഒരാൾ കൊണ്ടുവരുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഓ അത് ശരിയായിരുന്നോ എന്നൊരു സംശയം വരും. സദസ്യ വാക്യത്തിലുണ്ട്, വായിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് നോക്കി വായിക്കണം. നല്ല പുസ്തകം കേട്ടോ. സ്തോത്രം. അപ്പം നമ്മൾ ചിന്തകൾ പല രീതിയിലും പോകും. സത്യം ഏതാ ആർക്കറിയാം? ദൈവത്തിനറിയാം. എന്തുകൊണ്ട്? ദൈവം ഒംനിഷ്യൻ്റാണ്. എല്ലാത്തിനെക്കുറിച്ചുള്ള ജ്ഞാനം അറിവും ദൈവത്തിനുണ്ട്. അത് നമുക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഇംപോസിബിൾ, ദൈവത്തിന് ആ വാക്കിൻ്റെ ആവശ്യമില്ല. അസാധ്യം എന്നുള്ളൊരു കാര്യം, ആ വാക്ക് ദൈവത്തിന് ആവശ്യമില്ല. അങ്ങനത്തെ ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ഏലിയാവിൻ്റെ കാര്യം നമുക്കൊന്ന് ചിന്തിക്കാം. ഏലിയാവ് ഒരു ചോദ്യം ചോദിച്ചു അല്ലേ. ആ ചോദ്യം എന്തായിരുന്നു? എലിശ ഒരു ചോദ്യം ചോദിച്ചു, ഏലിയാവല്ല, എലിശ ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം ഇതാണ്: ഏലിയാവിൻ്റെ ദൈവമായ യഹോവ എവിടെ? ഏലിയാവിൻ്റെ യഹോവയായ ദൈവം എവിടെ? അല്ലെങ്കിൽ ഏലിയാവിൻ്റെ ദൈവമായ യഹോവ എവിടെ? അതിൻ്റെ ഉത്തരം, അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി നടന്നു. സ്തോത്രം. ദൈവത്തിൻ്റെ പ്രവൃത്തി നടന്നു. ഏലിയാവിൻ്റെ ജീവിതം നോക്കുമ്പോൾ 2-3 രീതിയിലുള്ള പ്രവൃത്തികളാണ് നടന്നിട്ടുള്ളത്. ഒത്തിരി കാര്യം ചെയ്തു. അത് ഞാൻ വളരെ ചുരുക്കമായിട്ട് അതിനെക്കുറിച്ച് ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നു. 2-3 രീതിയിൽ. ഒന്ന്, പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട ചില അത്ഭുതങ്ങൾ ഏലിയാവ് ചെയ്തതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അല്ലേ. ഒന്ന്, ഗോ ബാക്ക്, തിരിച്ചു പോയിക്കോ. ഒന്ന്, ഒരു ക്ഷാമമുണ്ടായി. എത്ര നാളത്തേക്കാണ്? 3.5 വർഷത്തേക്ക് ക്ഷാമമുണ്ടായി.
ആ വാക്യങ്ങൾ എഴുതി വെച്ചിട്ട് പിന്നീട് വായിച്ചാൽ മതി. ഇതെല്ലാം കൂടെ വായിക്കാൻ പോയാൽ ഇന്ന് നമ്മൾ ഇവിടുന്ന് കഴിയാതെ ഇവിടുന്ന് ഇറങ്ങത്തില്ല, അതിന് സമയമില്ല. എന്നാലും എഴുതി വെച്ചിട്ട് ഒന്ന് പോയി വായിച്ച്, അല്ലെങ്കിൽ ഫോൺ എടുത്തിട്ട് അതിൻ്റെ ഒരു ഇമേജ് എടുത്താലും മതി. ഈ വാക്യങ്ങൾ ഏലിയാവ് പറഞ്ഞു 3.5 വർഷം ഞാൻ പറയാതെ ഇനി ഇവിടെ മഴ പെയ്യത്തില്ല. 3.5 വർഷം മഴ പെയ്യാതിരുന്നാൽ വലിയ പ്രശ്നമാണ്. പ്രത്യേകിച്ച് പലസ്തീൻ ദേശത്ത് വലിയ പ്രശ്നമാണ്. എല്ലാം മലകളാണ്. കറക്റ്റ് സമയത്ത് മഴ പെയ്തില്ലെങ്കിൽ അവിടെ ക്ഷാമമാണ്. ബൈബിൾ എടുത്ത് നോക്കണേ, ഉൽപ്പത്തി തൊട്ടൊന്ന് വായിച്ച് നോക്കണം. എത്ര പ്രാവശ്യം ക്ഷാമം ഉണ്ടായെന്നറിയാം ആ ദേശത്ത്. പലസ്തീൻ ദേശത്തെക്കുറിച്ച് വചനത്തിൽ എന്തോ പറഞ്ഞേക്കുന്നത്? പാലും തേനും ഒഴുകുന്ന ദേശം. വായിച്ചിട്ടുണ്ടോ അല്ലേ? പാലും തേനും ഒഴുകുന്ന ദേശം. അതിൻ്റെ അർത്ഥം എന്തുവാ? സമൃദ്ധിയായ ദേശം. അവിടെല്ലാം ഒട്ടിക്കിടക്കുന്നതല്ല, തേൻ ഒഴുകി കിടന്ന് അല്ല, സമൃദ്ധിയായ ദേശം. ഈ സമൃദ്ധിയായ ദേശത്ത് എങ്ങനെ ക്ഷാമം ഉണ്ടാവും? അത് ഒരു പ്രാവശ്യമല്ല, അനേക പ്രാവശ്യം ക്ഷാമം ഉണ്ടാവും. അത് ദൈവത്തിന് ഏതാണ്ട് തെറ്റുപറ്റിയതാണോ? സമൃദ്ധിയായ ദേശത്ത് ക്ഷാമം ഉണ്ടാവുമോ? അതിനെക്കുറിച്ച് ഞാൻ ഒത്തിരി സംസാരിക്കാൻ സമയം എടുക്കുന്നില്ല. ചുരുക്കി ഞാനങ്ങ് പറയാം. ആ ദേശത്തിൻ്റെ പ്രത്യേകത ഇതാണ്. കറക്റ്റ് സമയത്ത് മഴ പെയ്യാമെങ്കിൽ, മുൻമഴ പിന്മഴ എന്നൊക്കെയുള്ള വാക്കുകളുണ്ടല്ലോ, കറക്റ്റ് സമയത്ത് മഴ പെയ്യാമെങ്കിൽ പാലും തേനും ഒഴുകുന്ന ദേശമാണ്, സമൃദ്ധിയായ ദേശമാണ്. If the rains are provided at the right time, then that Palestine, that entire region is a place that is flowing with milk and honey. ഫലമുള്ള ഒരു ദേശമാണ്. കറക്റ്റ് സമയത്ത് മഴ വേണം. എന്നല്ല, ആരാ മഴ നിയന്ത്രിക്കുന്നത്? ആരും ഒരാൾ വീഡിയോ ഇട്ടു, ഒരാൾ പലരും ഇൻ്റർവ്യൂ ചെയ്യുക. കാലിഫോർണിയയിൽ അവിടെ തീ പിടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഒരാൾ പലരും ഇൻ്റർവ്യൂ ചെയ്തിട്ട് പലരോടും ചോദിച്ചു, ഇവിടുത്തെ ഇപ്പം നടക്കുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ അവർ പറഞ്ഞു, പലരും ചോദിച്ചു, ഇതിനെന്തുമായിരിക്കും പരിഹാരം? എനിക്കറിയത്തില്ല. അടുത്ത ആളോട് ചോദിക്കുന്നു, എന്തുമായിരിക്കും പരിഹാരം? അറിയത്തില്ല. ഓരോരുത്തരോട് ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു പരിഹാരം അറിയത്തില്ല. കാരണം ഈ ഫയർഫോഴ്സും നിർത്താൻ ഒക്കുമോ? ഇത് ഭയങ്കര ഫോഴ്സ്. ഒരു കെട്ടിടമാണെങ്കിൽ അവർക്ക് നിർത്താം. ഇതെന്ന് പറഞ്ഞാൽ ദേശം വീണ്ടും തീ പിടിച്ചേക്കുക. എന്ത് ചെയ്യാനോ ഒക്കത്തില്ല. അപ്പം ഇൻ്റർവ്യൂ ചെയ്ത ആൾ ചോദ്യം ചോദിച്ചു, മഴ പെയ്താൽ അവർ ശരിയാ, മഴ പെയ്താൽ സംഭവിച്ചില്ല. നല്ലൊരു മഴ അവിടെ പെയ്താൽ മതി, ഇടി വെട്ടി ഭയങ്കര മഴ അങ്ങോട്ട് പെയ്യാമോ? ആ തീയെല്ലാം കെട്ടോളൂ. ശരി. അപ്പോൾ അദ്ദേഹം വേറൊരു ചോദ്യം ചോദിച്ചു, ആരായി മഴത്തെ നിയന്ത്രിക്കാൻ ഒക്കുന്നത്? അപ്പം അവർ ദൈവം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെയാണ് പലരും. അപ്പം അവർ പറഞ്ഞു, മഴത്തെ നിയന്ത്രിക്കാൻ. അപ്പം പിന്നെ കുറച്ച് ചിന്തിച്ചപ്പോൾ അവർ പറഞ്ഞു, ദൈവത്തിനൊക്കുമായിരിക്കും. ഈ ദൈവം ഇല്ലാന്ന് പറഞ്ഞവരൊക്കെയാണ്. എന്നാലും അവർ പറഞ്ഞു, ചിലപ്പം ദൈവത്തിനൊക്കുമായിരിക്കും. മനുഷ്യർക്ക് അറിയാം പ്രകൃതിയെ കൺട്രോൾ ചെയ്യാൻ, നിയന്ത്രിക്കാൻ നമുക്കാർക്കും ഒക്കത്തില്ല. സ്തോത്രം. മറക്കല്ലേ, ക്ലൈമറ്റ് കൺട്രോളും അല്ലെങ്കിൽ ക്ലൈമറ്റ് പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ട്. എല്ലാം നല്ല കാര്യമൊക്കെയാണ്. എന്നാലും അതിൻ്റെ പിന്നാലെ എൻ്റെ ഒരു ചിന്ത ഇതാണ്, ക്ലൈമറ്റിനെ നമുക്കൊന്നും ചെയ്യാൻ ഒക്കത്തില്ല എന്നൊരു അടിസ്ഥാനപരമായിട്ടൊരു ചിന്താഗതിയുണ്ട്. നമുക്ക് നശിപ്പിക്കാം. എനിക്ക് അതിനോട് വലിയ യോജിപ്പില്ല. ശരി, ഒത്തിരി സയൻറ്റിഫിക് ഫാക്ട്സൊക്കെ പറയുന്ന നല്ല കാര്യമൊക്കെയാണ്. എന്നാലും എനിക്കത് വലിയ യോജിപ്പില്ല. ദൈവത്തിന് അതിനെ കൺട്രോൾ ചെയ്യാൻ ഡ്രൗട്ട്. രണ്ടാമത്, ഒരു വിഡോസ് ഫ്ലവർ ഓയിൽ. ഒരു വിധവയായ സ്ത്രീ മരിക്കാൻ റെഡിയായിരിക്കും അല്ലേ? ദൈവം ഏലിയാവിൽ കൂടെ അവിടെ ഒരു അത്ഭുതം ചെയ്തു. ആ എണ്ണയും ആ മാവും തീരാതെ ആ ക്ഷാമത്തിൻ്റെ അവസാനം വരെ എന്ത് ചെയ്തു? ദൈവം നിലനിർത്തി. ദൈവം അവിടെ അത്ഭുതം ചെയ്തു. അങ്ങനെ ചെയ്യാൻ ഒക്കുമോ? ഇല്ലാത്തതിനെ ദൈവത്തിനങ്ങ് ഉണ്ടാക്കാൻ നോക്കുമോ? സയൻറ്റിഫിക്കായിട്ട് നമ്മൾ പറയും ഇതെല്ലാം പ്രശ്നമാണ്, നടക്കത്തില്ല എന്ന് പറയും അല്ലേ? സൃഷ്ടിതമാണെങ്കിൽ നടക്കും. നമുക്കൊക്കത്തില്ല, ശരിയാ, ഞാനത് വിശ്വസിക്കുന്നു. മനുഷ്യർക്ക് നോക്കത്തില്ല. സൃഷ്ടിതമാണെങ്കിൽ നടക്കും. കാരണം ദൈവം സൃഷ്ടിച്ചതിന് മുമ്പേ ഇതെന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല. ഈ ഇല്ലായ്മയിൽ നിന്ന് ദൈവം എന്ത് ചെയ്തു?
ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞൊരു വാക്കുകൊണ്ട് ദൈവം സൃഷ്ടിച്ച ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ ഇന്നും അത് പറഞ്ഞാൽ നടക്കും. സംശയം ഉണ്ടെങ്കിൽ ആദ്യം പറഞ്ഞ കാര്യം നമ്മൾ വിശ്വസിക്കാൻ ഒക്കത്തില്ല. ആര്? ഏതാ? ഇല്ലായ്മയിൽ നിന്ന് ദൈവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് സൃഷ്ടിച്ച ദൈവമാണ്. അത് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇതും വിശ്വസിച്ചേ പറ്റൂ. ഇന്ന് ആദ്യം ദൈവത്തിന് അത് ചെയ്യാൻ നോക്കും. ഉണ്ടാകട്ടെ എന്ന് ദൈവം പറഞ്ഞാൽ ഇന്നും നടക്കണം. എങ്ങനാ? ആ എണ്ണയും മാവും തീരാതെ ദൈവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാണ്. യേശു ഒരു കൊച്ചു പയ്യൻ്റെ പൊതി എടുത്തിട്ട് എന്ത് ചെയ്തു? ആയിരങ്ങളെ വയറ് നിറച്ച് കഴിക്കാൻ വേണ്ടി അതിന് മിച്ചം ഉണ്ടാകുന്ന പോലെ ദൈവം ചെയ്തെങ്കിൽ അതും എങ്ങനെയായിരുന്നു? അതും ഒരു സൃഷ്ടിയുടെ അത്ഭുതമല്ലയോ? പറഞ്ഞു മനസ്സിലായോ? അതും ദൈവം സൃഷ്ടിക്കുമല്ലായിരുന്നു. യേശു അവിടെ സൃഷ്ടിക്കുമല്ലായിരുന്നോ? ഇവിടെയും പ്രകൃതിയിൽ ഒരു അത്ഭുതം ചെയ്തിരിക്കുന്നു. പിന്നെ 1 രാജാക്കന്മാർ 18-ാം അധ്യായത്തിൽ മഴ പ്രാർത്ഥിച്ചു, മഴ പെയ്തു. മഴയെ നിയന്ത്രിക്കാൻ ആർക്കാ ഒക്കുന്നത്? ദൈവത്തിന് മാത്രം. മഴ എന്നൊരു കോൺസെപ്റ്റ് ആരാ ഉണ്ടാക്കി? അത് ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ ദൈവം അതിൻ്റെ മേലെ അധികാരമുണ്ട്. അടുത്തത് യോർദാൻ. അത് നമ്മളെപ്പോഴും അതിൻ്റെ കാര്യം സംസാരിച്ചു അല്ലേ? യോർദാൻ വിഭാഗിച്ചു. എന്തിന്? ഒരാൾക്ക് നടന്നു പോകാൻ, അല്ലെങ്കിൽ കുറച്ച് പേർക്ക് നടന്നു പോകാൻ. കാക്കയെ കൊണ്ട് ദൈവം ആഹാരം കൊടുത്തു. സ്തോത്രം. കാക്ക ആഹാരം കിട്ടിയാൽ വേറൊരു കാക്കയെ അടുപ്പിക്കത്തില്ല അല്ലേ? എങ്ങനെയെങ്കിലും അത് കഴിക്കത്തേ ഉള്ളൂ. അതിനെക്കുറിച്ച് അന്ന് ഒരു സ്വിഗ്ഗി ഡെലിവറി സർവീസ് ദൈവം തുടങ്ങി. കറക്റ്റ് ടൈമിൽ കൊണ്ടെത്തിച്ചു. നമ്മൾ വീഡിയോ കണ്ടുകൊണ്ട് ഡെലിവറി ചെയ്യുന്ന ആൾക്കാർ അതിനകത്തുനിന്ന് കുറച്ചെടുത്ത് കഴിക്കുന്നതൊക്കെ പലരും വീഡിയോ കണ്ടുകൊണ്ടായിരിക്കും. ഏതോ സെക്യൂരിറ്റി ക്യാമറയിൽ നിന്ന് പിടിച്ചതൊക്കെ അന്നാ തോന്നുന്നത്. ഓരോ പാക്കറ്റ് എടുത്തിട്ട് അതിനകത്ത് ഇച്ചിരി കഴിച്ച് വയറ് നിറച്ച് കഴിക്കാനൊക്കെ ഇച്ചിരി കഴിച്ചായിട്ടൊക്കെ വീഡിയോസ് പലരും കണ്ടു കാണുമായിരിക്കും. എന്നാലും ഈ കാക്ക കറക്റ്റായിട്ട് കൊണ്ട് ഡെലിവറി ചെയ്തു. ദൈവത്തിന് കാക്കയെ നിയന്ത്രിക്കാൻ ഒക്കുമോ? സൃഷ്ടിതാവാണെങ്കിൽ ഒക്കും, അല്ലെങ്കിൽ ഒക്കത്തില്ല. ദൈവത്തിന് പ്രകൃതിയുടെ മേലെ അധികാരമുണ്ട്. നമ്മളൊന്ന് വിശ്വസിക്കണം. അറിവ് മാത്രം പോലെ ഇവിടുന്ന് നമ്മുടെ ഹൃദയത്തിലോട്ട് ഇറക്കി ഞാനിത് വിശ്വസിക്കുന്നു. അസാധ്യമായ ഏത് കാര്യങ്ങളുണ്ടോ, പ്രകൃതിയിൽ അസാധ്യമായിട്ട് കാര്യങ്ങളുണ്ടോ, അത് ദൈവം ചെയ്യും. Whatever is impossible in nature, God can do it and He will do it. രണ്ടാമത്, പ്രകൃതി മാത്രമല്ല, ജീവൻ. ഓക്കെ, ഒരു വിധവയുടെ മകനെ ഉയർപ്പിക്കുന്നത് കാണുന്നു. നമ്മൾ ചിന്തിക്കും അതൊരിക്കലും നടക്കത്തില്ല എന്ന് ചിന്തിക്കും. താന്നു പോയല്ലോ, ഞാൻ വിചാരിച്ച് എനിക്ക് നീളം വെച്ചെന്ന് പെട്ടെന്ന്. ഒരു മിനിറ്റ്. അസാധ്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് എനിക്ക് നീളം വെച്ചോ എന്നൊരു സംശയം. ഇതങ്ങ് താന്നപ്പോഴേ. ശരി, ജീവൻ അല്ലേ? ജീവൻ്റെ മേലെ അധികാരം ആർക്കാ ഉള്ളത്? സ്തോത്രം. ക്ലോണിങ്ങും, ഇത്ര നാളും ക്ലോണിങ് വലിയ വിഷയമായിരുന്നു. അതൊക്കും അല്ലേ? നമുക്ക് ഈ സ്പെയർ പാർട്സ്, വണ്ടിക്ക് സ്പെയർ പാർട്സ് നമുക്ക് ഏത് പാർട്സ് വേണമെങ്കിൽ നമുക്ക് വണ്ടിക്ക് കിട്ടും അല്ലേ? എന്നാലും ശരീരത്തിൻ്റെ ഓരോ പാർട്സ് നമുക്ക് പോയി ഓർഡർ ചെയ്യാനൊക്കത്തില്ല. എനിക്ക് സ്പെയർ പാർട്സ് ഒരു എക്സ്ട്രാ ഒരു മുട്ട്, എക്സ്ട്രാ ഒരു കൈ ഓർഡർ ചെയ്ത്, മുട്ടൊക്കെ ഒക്കുമെന്ന് തോന്നി. ഇപ്പം മുട്ടും നടുവൊക്കെ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്യാൻ, ആമസോണിലല്ല എന്നാലും കിട്ടും. റിപ്ലേസ്മെൻ്റ് ഉണ്ട് അല്ലേ? എന്നാലും അവയവങ്ങളൊക്കെ ഇപ്പം തുടങ്ങി അല്ലേ? ഓരോന്നൊക്കെ സൃഷ്ടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ സ്പെയർ പാർട്സൊക്കെ ആയി തുടങ്ങി പതുക്കെ കുറച്ച് പാർട്സൊക്കെ അറിയാനൊക്കത്തില്ല. കൂടുതൽ പാർട്സൊക്കെ ഉണ്ടാകുമായിരിക്കും. അതൊക്കെ നടക്കുന്നുണ്ട്. ലാബിൽ തന്നെ ഇറച്ചി പല കാര്യങ്ങൾ ലാബിൽ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ ഒരാൾ താമസിക്കാതെ വരുന്നുണ്ട് ഇവിടെ. ലാബിലൊക്കെ ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ചെയ്യുന്ന ഒരാൾ വരുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്നാലും ജീവനെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ ഒക്കുമോ? ഇപ്പം AI കൊണ്ട് റോബോട്ട്സ്, യന്ത്രമനുഷ്യങ്ങൾ അല്ലേ?
എന്തൊരു മനുഷ്യത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ അറിയാം. എന്നാൽ ഇതെന്ന് പറഞ്ഞാൽ സ്വയമായിട്ട് ചിന്തിക്കാനുള്ള കഴിവ്. ഓക്കെ, അത്രയും വരെ ആവുന്നുണ്ട്. ജീവനാവുന്നുണ്ടോ? ആയിട്ടില്ല. ഓർക്കുമോ? നല്ലൊരു ചോദ്യമാണ് അല്ലേ? ദൈവത്തിന് മാത്രമാണ് ജീവൻ കൊടുക്കാനും. കാരണം ആദാമിനെ അവയെ സൃഷ്ടിച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? ദൈവം അവന് മൂക്കിലോട്ട് ആ ശ്വാസം, ഏത് ശ്വാസമാണ്? ദൈവത്തിൻ്റെ ശ്വാസം. സ്തോത്രം. നമ്മുടെ ശ്വാസം കൊണ്ട് ആരെങ്കിലും മയങ്ങി വീഴത്തേ ഉള്ളൂ. നമ്മുടെ ശ്വാസം കൊണ്ട് അവർ ജീവിക്കണമെന്നില്ല. ദൈവത്തിൻ്റെ ശ്വാസമാണെന്നില്ല എന്തു ചെയ്യും? ജീവൻ കൊടുക്കുന്നു. ജീവൻ എവിടെ നിന്ന് വരുന്നു? ദൈവത്തിൽ നിന്ന് വരുന്നു. നമ്മുടെ ജീവൻ എവിടെ നിന്ന് വന്നു? ദൈവം തന്ന ജീവനാണ്, വേറെ എവിടെ നിന്നും കിട്ടിയല്ല. ദൈവം തന്ന ജീവൻ തന്നെ. അപ്പം ജീവൻ്റെ മേലുള്ള അധികാരം ദൈവത്തിനാണ്. ആ കുഞ്ഞിനെ ഉയർപ്പിച്ചു. അത് ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയായിരുന്നു. അടുത്തത്, ഏലിയാവ് സ്വർഗത്തിലോട്ട് മരണമില്ലാതെ എടുക്കപ്പെട്ടു. വേറൊരാളുണ്ടായിരുന്നു അങ്ങനെ അല്ലേ? പേരോർമ്മയുണ്ടോ? ആനോക്ക്. ആനോക്കിനെ കുറിച്ച് ഒത്തിരി ഒന്നും ഭജനത്തിൽ പറഞ്ഞിട്ടില്ല. വലിയ ഫേമസ് ഒന്നും അല്ലായിരുന്നു കേട്ടോ. വലിയ അറിയപ്പെട്ട ഒരു വ്യക്തിയല്ലായിരുന്നു. എന്നെ ഒത്തിരി സ്പർശിച്ചൊരു കാര്യമാണ്. ഒത്തിരി അറിയപ്പെട്ട വ്യക്തിയല്ല. അത് ആനോക്കിൻ്റെ പ്രവർത്തികളൊന്നും വലിയ കാര്യമായിട്ടൊന്നും എഴുതിയിട്ടില്ല. അറിയപ്പെടുന്ന ഒരു വ്യക്തി അല്ലായിരുന്നു. എന്നാലും ദൈവത്തിന് അറിയാമായിരുന്നു. സ്തോത്രം. മനുഷ്യൻ നമ്മളെ അറിഞ്ഞില്ലേലും സാരമില്ല, ദൈവത്തിന് അറിയാമോ? അത് മതി കേട്ടോ. ആനോക്ക് എന്ത് ചെയ്തു? ദൈവത്തോട് കൂടെ നടന്നു. അത്ര പറഞ്ഞിട്ടുള്ളൂ. വലിയ പ്രത്യേകിച്ച് ഒന്നും ആനോക്കിനെ കുറിച്ച് വലിയ കാര്യങ്ങളൊന്നും അന്നത്തെ പത്രത്തിനകത്തൊന്നും വന്നില്ല. വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഈ ഒരു കാര്യമേ ഉള്ളൂ, ദൈവത്തിൻ്റെ കൂടെ നടന്നു. സ്തോത്രം. നടന്ന് ചെന്നപ്പം ദൈവം പറഞ്ഞു, മോനെ ഒരു കാര്യം ചെയ്യുക, നീ പോരെ. അങ്ങ് വീട്ടിൽ വിളിച്ചുകൊണ്ട് പോയി. മരണമില്ലാതെ കൊണ്ടുപോയ ഒരാളായിരുന്നു ആനോക്ക്. സ്തോത്രം. അതിൻ്റെ കാരണങ്ങൾ എന്തുവാ ഒന്നും പറഞ്ഞിട്ടില്ല. ദൈവത്തിന് കൂടെ നടന്നു എന്നേ ഉള്ളൂ. അപ്പം മനുഷ്യർക്ക് അദ്ദേഹത്തെ വലിയ അറിവൊന്നുമില്ലായിരുന്നു. എന്നാലും ദൈവത്തിന് അറിയാമായിരുന്നു. ദൈവമായിട്ടുള്ള ആഴമായിട്ടൊരു ബന്ധം ഉണ്ടായിരുന്നു. അത്രമാത്രം നമുക്കത് മനസ്സിലാക്കാൻ നോക്കും. സ്തോത്രം. ഈ രണ്ട് കാര്യങ്ങൾ. അപ്പം ആദ്യം എന്തില്ല? പ്രകൃതിയുടെ മേൽ ദൈവത്തിന് അധികാരമുണ്ട്. രണ്ടാമത് ജീവൻ്റെ മേൽ അധികാരം ദൈവത്തിന് മാത്രം. ജീവനെക്കുറിച്ച് പേടിയുള്ള ആരെങ്കിലും ഉണ്ടോ? മരണത്തെ ഭയപ്പെടുന്നവരുണ്ടോ? ജീവനെ ഭയപ്പെടുന്നവരുണ്ടോ? രണ്ടുമുണ്ട്. മരിച്ചാൽ എന്ത് സംഭവിക്കും? അയ്യോ, മരണത്തെ ഭയമാണ്. അതുകൊണ്ട് മരണം ആഗ്രഹിച്ചിരിക്കണമെന്ന് അല്ല. നമുക്കെല്ലാവർക്കും ഒരു സമയമുണ്ട്. ആ സമയത്ത് പോകേണ്ടി ഇപ്പോൾ നമ്മൾ പോയാൽ പറ്റൂ. മരണത്തെ ആഗ്രഹിച്ചിരിക്കണമെന്നല്ല. അതൊക്കെ ഒരു വളരെ മോർബിഡായിട്ടുള്ള ചിന്തകളൊക്കെ അല്ലേ. എന്നാലും മരണത്തെ ആഗ്രഹിക്കുമല്ല, എന്നാലും മരണത്തെ ഭയപ്പെടേണ്ട ആവശ്യമില്ല അല്ലേ. എന്നാലും ചിലർ ജീവനെ ഭയപ്പെടുന്നു. എങ്ങനെ ജീവിതം കൊണ്ട് നടക്കും? ജീവനെ ഭയപ്പെട്ട് അതെല്ലാം കൂടെ അവസാനിച്ചാൽ മതി എന്ന് പറയുന്നവരുണ്ട്. അടുത്തത് ശത്രുക്കൾ. ബാലിൻ്റെ പ്രവാചകന്മാരെ എന്ത് ചെയ്തു? അവിടെ തോൽപ്പിച്ചു. ഇതെല്ലാം അസാധ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ദൈവം പരസ്യമായിട്ട് എത്ര 480 പ്രവാചകന്മാരല്ലായിരുന്നു ബാലിൻ്റെ പ്രവാചകന്മാർ. ഏലിയാവ് പറഞ്ഞു, യാഗപീഠം റെഡിയാക്കിയിട്ട് അതിൻ്റെ പുറത്ത് വെള്ളം തളിക്കാനുള്ള പറഞ്ഞ് ബക്കറ്റ് കൊണ്ടങ്ങ് ഒഴിക്കാൻ പറഞ്ഞു. അങ്ങ് വെള്ളം ഒഴിച്ച് നിറച്ചു. ഇനിയും അത് കത്തട്ടെ, നിങ്ങൾ പ്രാർത്ഥിക്കുക, ബാലിനോട് പറ, കത്തിക്കാൻ പറ. അവർ കിടന്ന് ബാലിനോട് പ്രാർത്ഥിക്കുക. ഒരു ഉത്തരമില്ല. ഇദ്ദേഹം അവിടെ എന്നിട്ട് കളിയാക്കുക. അവർ വായിച്ചു നോക്കിയാൽ മതി. ആ വാക്യം എടുത്തിട്ട് കളിയാക്കുക. വാക്കുകളൊക്കെ നോക്കിയാൽ ഒരു രസകരമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. ദൈവം തീ അയച്ചു. ആ യാഗപീഠം കുതിർന്നിരുന്ന സാധനം അതിനെ കത്തിച്ചു എന്ന് മാത്രമല്ല, അവിടെയുള്ള വെള്ളവും എല്ലാം പോയി. അത്ഭുതം പ്രവർത്തിച്ചു. സ്തോത്രം. രണ്ടാമത് അവർ എതിരെ വന്ന സൈന്യത്തെ തീയും കൊണ്ട് നശിപ്പിച്ചു. പ്രാർത്ഥിച്ചു. ദൈവം സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കി. അപ്പം നമ്മൾ പറയും, ഇങ്ങനെയൊക്കെ നടക്കുമോ? ഇങ്ങനെയൊക്കെ ചെയ്യുമോ? യേശു പറഞ്ഞൊരു വാക്യം ഓർമ്മയുണ്ടോ? നിങ്ങൾക്ക് കടുകുമണി പോലെ വിശ്വാസം ഉണ്ടെങ്കിൽ, വെറുതെ
ഇച്ചിരി വിശ്വാസം മതി, കടുമണി ഇച്ചിരി ഉള്ളല്ലോ. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഈ മലയോട് പറ മാറിപ്പോകാൻ പറഞ്ഞാൽ മാറും. നമ്മൾ എന്ത് വിശ്വസിക്കുന്നു? എന്നാലും ഞാനൊരു കഥ കേട്ടു. ഒരു സ്ത്രീ പുള്ളിക്കാരത്തിൽ അടുക്കള പാത്രം കഴിക്കൊണ്ടിരിക്കുന്ന അവിടുന്ന് ഒരു ജനലുണ്ടായിരുന്നു. ജനലിൻ്റെ അപ്പുറം ഒരു മലയാണ്, ഒന്നും കാണത്തില്ല അങ്ങോട്ട് നോക്കിയാൽ. പുള്ളിക്കാരത്തി വിശ്വാസത്തോട് പ്രാർത്ഥിച്ചു ആ മല മാറിപ്പോകാൻ. അങ്ങോട്ട് വിൻഡോയുടെ അവിടെ നിന്നിട്ട് കണ്ണടച്ചിട്ട് ശ്വാസിക്കുകയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്തു മലയോട് മാറിപ്പോകാൻ പറഞ്ഞു. പിന്നെ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ ആ മല അവിടെ തന്നെ ഉണ്ട്. പറഞ്ഞു അല്ലേലും എനിക്കറിയാം നീ മാറത്തില്ലെന്ന് പറയും. വിശ്വാസം ഉണ്ട് എന്ന് പറയും, എന്നാലും നമ്മൾ വിശ്വസിക്കുന്നില്ല. സ്തോത്രം. പിന്നെ അതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ദൈവം അവിടെ പ്രവർത്തിച്ചില്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് കഴുത്ത് പോയേനെ. അതുകൊണ്ട് നമ്മൾ വെറുതെ ഒരു രസത്തിന് വേണ്ടി ഇത് നടക്കട്ടെ അത് നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നൊരു അത്യാവശ്യമുള്ള സമയത്ത് ദൈവം പ്രവർത്തിക്കും. നമുക്കൊരു അസാധ്യമായിട്ടുള്ള കാര്യത്തിൻ്റെ മധ്യേ ദൈവം പ്രവർത്തിക്കും. ഒരു കാര്യം മാത്രമേ ഉള്ളൂ, നമ്മുടെ ആശ്രയം പൂർണ്ണമായിട്ട് ദൈവത്തിലായിരിക്കണം. ഒരു കാര്യം മാത്രമേ ഉള്ളൂ, കടുകുമണി പോലെ എങ്കിലും നമുക്ക് വിശ്വാസം വേണം. ദൈവത്തിന് നടക്കും, ദൈവത്തിന് ഒക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ 3 കാറ്റഗറിയായിട്ട് എലിയാവ് ചെയ്തിട്ടുള്ള അത്ഭുതങ്ങളും തിരിച്ചത്. ഈ കാറ്റഗറീസ് എല്ലാം പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും 3 കാറ്റഗറി ആയിട്ട് മാറ്റുക. ശത്രുക്കൾ, പിന്നെ അല്ല തിരിച്ചു പോയിക്കോ അത് തന്നെ. രഥത്തെ എന്തു ചെയ്തു? അതിനപ്പുറം ഓടി. ഒരിക്കലും ഒരു രഥത്തിൻ്റെ കുതിരയുടെ ഓട്ടത്തെ നമുക്ക് തോപ്പിക്കാനൊക്കത്തില്ല. ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നു, നമ്മളെ കൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഈ ദേശത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എന്നാലും ദൈവം ആഗ്രഹിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ദൈവത്തിൻ്റെ മക്കളെ കൂടെ. അവൻ പറയാനല്ല ദൈവത്തിന് ദൂതന്മാരെ അയച്ച് ചെയ്യാനൊക്കത്തില്ലയോ? ഒക്കും. ഞാൻ ദൈവത്തിൻ്റെ മക്കളിൽ കൂടെ ചെയ്യുന്ന പ്രത്യേക ഒരു സന്തോഷമുണ്ട്. നമ്മുടെ ചർച്ചയുള്ള കുഞ്ഞുങ്ങളോട് ഞാൻ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെയുള്ള കാര്യങ്ങൾ ഇവിടെ വളർന്നു വന്നിട്ടുള്ള കുഞ്ഞുങ്ങൾ ചെയ്യുന്നത് കാണുന്ന ഒരു പ്രത്യേക ഒരു സന്തോഷമുണ്ട്. പുറത്തു നിന്നൊരാളിനെ കൂലിക്ക് വിളിച്ചാൽ പല കാര്യം ചെയ്യാൻ ആൾക്കാരെ കിട്ടും നമുക്ക്, ശരിയാ കിട്ടും. എന്നാലും ഇവിടെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളെ ചെയ്യുന്നത് കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷമുണ്ട്. ഏത് കാര്യത്തിലാണെങ്കിലും നേതൃത്വത്തിലുള്ള കാര്യങ്ങളും എല്ലാം ഇവിടുന്ന് വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ ചെയ്യുന്നത് നമുക്കൊരു പ്രത്യേക ഒരു സന്തോഷമുണ്ട്. സത്യം അങ്ങനെ തന്നെയാണ്. ഞാൻ വിശ്വസിക്കുന്ന ദൈവം അങ്ങനെയാണ്. ദൈവത്തിൻ്റെ ദൂതന്മാരെ അയച്ച് പല കാര്യം ചെയ്തെടുക്കാൻ വെക്കും. എന്നാലും ദൈവത്തിൻ്റെ മക്കൾ ചെയ്യുന്നത് അതൊരു പ്രത്യേക സന്തോഷം ദൈവത്തിനുണ്ട്. നമ്മളെ വീണ്ടെടുത്തതാണ്. യേശുവിൻ്റെ ജീവൻ നമുക്ക് വേണ്ടി തന്നതല്ലയോ? ബൈബിളിൽ പറഞ്ഞേക്കുന്ന ദൈവം കൊടുത്തു എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞ ഡൊണേഷൻ കൊടുക്കുമല്ല അല്ലേ? തൻ്റെ ഏകജാതനായ പുത്രനെ നമ്മളിന്ന് മാറ്റിവെക്കാതെ തന്നല്ലോ. അങ്ങനെ ആണെങ്കിൽ ബാക്കി എന്തെങ്കിലും നമ്മളിന്ന് മാറ്റി വയ്ക്കുമോ? ചിന്തിച്ചു നോക്കുക. ബാക്കി എന്തെങ്കിലും മാറ്റി വയ്ക്കുമോ? എന്നോട് ചോദിച്ചാൽ എനിക്ക് ഒക്കുന്ന അത്ര ഒരു ഡൊണേഷൻ തരും, അല്ലെങ്കിൽ എൻ്റെ പോക്കറ്റിൽ എന്തുകൊണ്ടെന്ന് നോക്കാം, അത്രേ ഉള്ളൂ. ജീവൻ തരാനോ? സോറി, എന്നെ കിട്ടത്തില്ല. ഞാൻ ഒത്തിരി സ്വാർത്ഥതയുള്ള വ്യക്തിയാണ്. അതൊന്നും നടക്കുന്ന കാര്യമല്ല അല്ലേ? തന്നാലും പ്രയോജനമില്ല, അത് വേറെ കാര്യം. എന്നാലും നമ്മുടെ ദൈവമോ, എന്തൊരു സ്നേഹം, എന്തൊരു കരുതൽ. തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി തന്നെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ജീവൻ കൊടുത്തത് മാത്രമല്ല, ആ ക്രൂശിൽ ഇത്രയും വളരെ ക്രൂരമായിട്ടുള്ള അനുഭവം അതെങ്ങനെ കണ്ടുകൊണ്ടിരിക്കും? നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു പ്രയാസം ഉള്ളപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും അവർ രക്ഷിക്കാനുള്ളൊരു ചിന്തയാണ് നമ്മുടെ മനസ്സിൽ. പിതാവ് വചനത്തിൽ പറഞ്ഞതിൻ്റെ മുഖം മറച്ചു എന്നല്ലേ? കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്ങനെ? നമ്മുടെ കുഞ്ഞുങ്ങളുടെ കഷ്ടത കണ്ടുകൊണ്ടിരിക്കാൻ നമുക്കൊക്കത്തില്ല. പാടാത്. നമ്മൾ തകർന്നു പോകും. പിതാവിൻ്റെ അനുഭവം എന്തുമായിരുന്നു? ഞാൻ വിശ്വസിക്കുന്നത് അതേപോലെ ആയിരുന്നു. സ്തോത്രം. അത്രയും സ്നേഹിച്ച ഒരു ദൈവം നമ്മളെ ഒരു ലിമിറ്റ് വെച്ച് സ്നേഹിക്കത്തില്ല കേട്ടോ. തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി തന്നെങ്കിൽ ഒരു ലിമിറ്റ് വെച്ച് സ്നേഹിക്കുന്ന ദൈവമല്ല. ആരെങ്കിലും ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് സംശയമുണ്ടോ?
ആരെങ്കിലും ചിന്തിക്കുന്നു, അയ്യോ ഇന്നാർക്കും ദൈവം അത്ഭുതം പ്രവർത്തിച്ചു, എനിക്ക് മാത്രമൊന്നും ചെയ്യുന്നില്ല, ഇവരെ കണ്ടോ, അവരുടെ ജീവിതം കണ്ടോ, ഇവരുടെ ജീവിതം കണ്ടോ, എല്ലാം സമൃദ്ധിയായിരിക്കുന്നത്, എല്ലാം സന്തോഷം, എല്ലാം സമാധാനം, എനിക്ക് മാത്രം ഇന്ന പ്രശ്നങ്ങളും തകർച്ചകളും. അങ്ങനെ ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഒരു നിമിഷം നമ്മുടെ ചിന്ത ഒന്ന് മാറ്റിയെടുക്കണം. വചനത്തിൻ്റെ സത്യങ്ങൾ നമ്മളെടുത്ത് ശരിക്കൊന്ന് മനസ്സിലാക്കണം. കർത്താവ് തൻ്റെ ജീവനെ നമുക്ക് കൊടുത്തു എന്ന് പറയുമ്പോൾ പിതാവ് നമ്മളെ എത്ര സ്നേഹിച്ചു. ആ സ്നേഹം മാറിപ്പോയിട്ടില്ല കേട്ടോ. ആ സ്നേഹം അന്ന് 2000 വർഷം മുമ്പേ ഉണ്ടായിരുന്ന സ്നേഹമൊന്നുമല്ല, അതിപ്പോഴും ആ സ്നേഹം നിലനിൽക്കുന്നു. അത്രയും സ്നേഹം ഇപ്പോഴും നമുക്ക് വേണ്ടിയുണ്ട്. ആരംഭത്തിൽ ഞാൻ പറഞ്ഞല്ലോ, എന്തുവാ അസാധ്യമായിട്ടുള്ളത്? ഇപ്പോഴും ഒരു നിമിഷം ഒന്ന് ചിന്തിക്കാമോ? പ്രകൃതിക്ക് അപ്പുറമുള്ള കാര്യങ്ങളാണോ? നമ്മുടെ ജീവനെ തൊടുന്ന കാര്യങ്ങളാണോ? ശത്രുക്കൾ ഇഷ്ടം പോലുള്ള പ്രശ്നങ്ങളാണോ? What is your impossibility today? Think about it for a moment. Take it in your mind right now. Is it dealing with nature? Is it dealing with life? Is it dealing with enemies you have? ഏത് കാര്യങ്ങളാണ് അസാധ്യമായിട്ടുള്ളത്? ചിലപ്പോൾ രോഗസൗഖ്യമായിരിക്കാം. അല്ലെ ചിലപ്പോൾ ചിന്തിച്ചാണ് ഇനി ഇങ്ങനെ തന്നെയാണ്, ഇതെന്നെ കൊണ്ടുപോകും അല്ലേ, അങ്ങനെയൊക്കെയുള്ള വാക്കുകളുണ്ട്, ഇതെന്നെ കൊണ്ടുപോകാൻ പോവാം, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും മരിക്കണമല്ലോ, എനിക്ക് ഇതായിരിക്കും, അല്ലെങ്കിൽ അവസാനിക്കണം, ഇതുകൊണ്ടായിരിക്കും ഞാൻ ഈ ചിന്തകളാണോ? അതോ അവസാനം വരെ ഞാൻ ഇങ്ങനെ എങ്ങനെ തട്ടിമുട്ടി പോവാ ചിന്തയാണോ? ഞാനൊരു സമയത്ത് എൻ്റെ നടുവേനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചായിരുന്നു. ഇതുകൊണ്ടായിരിക്കും ഞാൻ ജീവിതകാലം മുഴുവൻ ചിന്തിച്ചായിരുന്നു. അതിനൊരു ദൈവത്തിൻ്റെ പ്രവൃത്തി 2012 അത് ഞാൻ അനുഭവിച്ചു. സ്തോത്രം. ഇപ്പോഴും എനിക്ക് ചിന്തിക്കാൻ പോലും ഇങ്ങനെയുള്ള യാത്രയൊക്കെ ചെയ്യാൻ പറഞ്ഞു. ഒരിക്കലും ഞാൻ സ്വപ്നം പോലും കണ്ടില്ല. അന്ന് ഒരു ദേവദാസനെ ഞങ്ങളോട് വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ കിടന്ന് ലോകം മുഴുവനും ഇട്ട് ഓടിക്കാൻ പോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്ത് ഓടാനാ, അനങ്ങാൻ പോലും വയ്യ. ഇവിടെ അടുന്ന് വീട്ടിൽ നിന്ന് മണക്കാൽ വരെ വണ്ടി ഓടിച്ച് പോകുമ്പോഴത്തേക്ക് എന്തുവാ നേരെ നിൽക്കാൻ വയ്യാത്തൊരവസ്ഥയായിരുന്നു. എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ. ലോകം മുഴുവൻ ഓടി നടക്കാൻ മതി, എനിക്കങ്ങനെ വലിയ ആഗ്രഹമൊന്നുമില്ല, എവിടെയെങ്കിലും ഒന്ന് സ്വസ്ഥമായിട്ട് ഇരുന്നാൽ മതി എന്നൊക്കെയുള്ള ചിന്തയാണ്. ദൈവം ഇത്രയും അത്ഭുതങ്ങൾ ചെയ്തല്ലോ, ഞാനിത് വിശ്വസിക്കുന്നു. അസാധ്യം ഒന്ന് ചിന്തിച്ചാട്ടെ, എവിടെ അസാധ്യം? സാമ്പത്തികമായിട്ടുള്ള വിഷയമായിരിക്കാം. ഇപ്പം നമ്മൾ പറയും, എൻ്റെ അച്ഛനും അപ്പൂപ്പന്മാരും എല്ലാവരും എൻ്റെ പൂർവികരെല്ലാവരും ഇങ്ങനെയൊക്കെ ആയിരുന്നു, ഞാനും ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഏതൊക്കെ ചിന്തകളാണ് നമ്മളുള്ളത്? ചിലർ പറയും, എനിക്ക് ഈ അംബാനി അദാനി ഒന്നും ആണൊന്നുമില്ലേ, എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു പോയാൽ മതി. അതുപോലും ഒക്കുന്നില്ലല്ലോ. സ്വസ്ഥമായിട്ടൊന്നും ജീവിക്കാൻ ഒക്കുന്നില്ല, കടഭാരമെങ്കിലും ഒന്ന് മാറിക്കിട്ടിയാൽ മതിയല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടായിരിക്കും. ഏതാ അസാധ്യം? സമാധാനമില്ലാത്ത അവസ്ഥയാണോ? പുറമേ കണ്ടാൽ എല്ലാം ഓക്കെ ആയിരിക്കുന്നു, എല്ലാം ശരിയായിരിക്കുന്നു. ഞാൻ ഭവനത്തിലോട്ട് കയറുമ്പോഴത്തേനും സമാധാനമില്ല. ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലോട്ട് പോകുമ്പം അവിടെ എല്ലാം തകർച്ചയാണ്, അവിടെ സമാധാനമില്ല. അയൽവക്ക് മൊത്തം വഴക്ക്, ബഹളമാണ്, എവിടെ ചെന്നാലും വഴക്കാണ്. ചില വ്യക്തികളുണ്ട്, ഒരു പർട്ടിക്കുലർ ഏരിയ അല്ല, അവരെവിടെ ചെന്നാലും പ്രശ്നമാണ്, അവിടെ എല്ലാം ചെന്നാലും വഴക്കാണ്, എവിടെ ചെന്നാലും ബുദ്ധിമുട്ടുകളാണ്. മറ്റുള്ളവർ നിങ്ങളെ നോക്കിയിട്ട് പറഞ്ഞു കാണും, കണ്ടോ അതിൻ്റെ അർത്ഥം നിങ്ങളാ പ്രശ്നക്കാർ, നിങ്ങളെവിടെ ചെന്നാലും പ്രശ്നമാണ്. അസാധ്യമായിട്ടുള്ള കാര്യങ്ങൾ. ചിലർക്ക് സ്റ്റെബിലിറ്റി ഇല്ലാത്തതാണ്, സ്ഥിരതയില്ലാതെ ഒരു ജോലിയിൽ നിന്ന് അടുത്ത ജോലിയിലോട്ട് ചാടുന്നു, ഒരവസ്ഥയിൽ നിന്ന് അടുത്ത അവസ്ഥയിലോട്ട് എങ്ങും നിൽക്കാൻ ഒക്കുന്നില്ല, ഒരു സ്ഥിരതയില്ലാത്ത അവസ്ഥ. ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഒന്നും ആയിരിക്കത്തില്ല, ചിലപ്പോൾ മറ്റ് അസാധ്യമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. എൻ്റെ മനസ്സിൽ എനിക്കൊക്കാത്തൊരു കാര്യം ഞാനിപ്പം ചിന്തിച്ചിട്ടുണ്ട്. 1 വർഷത്തിനകം എനിക്കത് പൂർത്തീകരിക്കണം. അടുത്ത ജനുവരിക്കുള്ളിൽ എനിക്ക് പൂർത്തീകരിച്ചേ പറ്റൂ. സ്തോത്രം. ഇതുവരെ ആരംഭിക്കാൻ ഒത്തിട്ടില്ല. 1 വർഷം 2 വർഷമായിട്ട് ഞാൻ ശ്രമിക്കുക, അതൊന്ന് ആരംഭിക്കാൻ പോലും ഒത്തിട്ടില്ല. 2 വർഷമായിട്ടുള്ള തടസ്സങ്ങൾ, ഇങ്ങനെ തകർച്ചകളും തടസ്സങ്ങളും. ആൾക്കാർ അതിനെതിരെ സംസാരിക്കാനും വെല്ലുവിളിയും കൊണ്ടിരിക്കുന്ന ഇഷ്ടം പോലെ ഉണ്ട്. ഒക്കത്തില്ല, നടക്കത്തില്ല, നിന്നെക്കൊണ്ട് നടക്കത്തില്ല, നടത്തിക്കത്തുമില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥയുണ്ട്. ഞാനത് എൻ്റെ മനസ്സിൽ കാണാൻ ചിന്തിക്കുന്നു. എനിക്ക് താങ്ങാനൊക്കാത്തൊരു തുക, എനിക്ക് താങ്ങാനൊക്കാത്ത കാര്യങ്ങൾ. സ്തോത്രം.
ആൾക്കാർ പിന്നാലെ ചെന്ന് ആൾക്കാരുടെ മുമ്പാകെ ചെന്ന് മുട്ടുകുത്താൻ എനിക്ക് താല്പര്യമില്ല. കാരണം ഞാൻ ചിന്തിക്കുന്നു, ഞാൻ ദൈവത്തിൻ്റെ മുമ്പാകെ മുട്ടുകുത്തുന്ന ഒരു വ്യക്തി, ഞാൻ എന്തിനും മനുഷ്യരുടെ മുമ്പാകെ പോയി മുട്ടുകുത്തുന്നു? എനിക്കതങ്ങോട്ട് ഒക്കുന്നില്ല. സ്തോത്രം. ഞാൻ പ്രാർത്ഥിക്കുക, ദൈവമേ അങ്ങയുടെ പ്രവൃത്തി നടക്കണം. ഇനി അനേക അസാധ്യമായിട്ടുള്ള കാര്യം ദൈവം ചെയ്തല്ലോ. അത് ഏലിയാവിൻ്റെ ജീവിതം മാത്രം ഞാൻ എടുത്തുള്ളൂ. എലീശയുടെ ജീവിതത്തിൽ അതിനപ്പുറം ചെയ്തു. ഇരട്ടി എന്ന് ചോദിച്ചെങ്കിൽ അതിനപ്പുറം അത്ഭുതങ്ങൾ എലീശയെ കൂടെ ചെയ്തിട്ടുണ്ട്. എല്ലാം കൂടെ നോക്കാൻ ശ്രമിച്ചാൽ സമയം കാണത്തില്ല. അതുകൊണ്ട് ഒരെണ്ണം പോലും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുത്തില്ല. ഇഷ്ടം പോലെ പറയാനുണ്ട്. എന്നാൽ ഇതിനകത്ത് ഒരു ഫാക്ടർ ഇതേ ഉള്ളൂ, അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കും ദൈവം. നമുക്കെല്ലാവർക്കും ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ട് നമുക്കൊന്ന്